ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ നല്ല രീതിയിൽ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ അധ്വാനിക്കണം, റിസ്ക് എടുക്കണം, ടെൻഷൻ അടിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾ രക്ഷപ്പെടുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് വന്നപ്പോഴുള്ള പ്രൊജക്റ്റുകൾക്ക് നിങ്ങൾക്ക് ലാഭം നഷ്ടം എന്ത് കാര്യങ്ങളും ഉണ്ടാവട്ടെ, നമ്മൾ മുന്നോട്ട് തന്നെ പോകും. നമുക്ക് എപ്പോഴെങ്കിലും എത്ര പ്രാവശ്യം തോൽക്കുന്നു, എപ്പോഴെങ്കിലും ഒരു ദിവസം നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര പ്രാവശ്യം നമ്മൾ തോറ്റുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തിനാണ് പറഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറേ പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് ഈ റീസെൻ്റ്ലി നല്ല ബാഡാണല്ലോ തന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുള്ള നോട്ട് പിക്സൽ ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല പ്രൊജക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണ് കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നേറിയിട്ട് നമ്മൾ എത്രത്തോളം തോൽക്കുന്നു അത്രത്തോളം വിജയിക്കാനുള്ള ഓരോ സ്റ്റെപ്പുകളാണ് അതിൻ്റെ നിങ്ങൾ മനസ്സിലാക്കുക. ആ ഇങ്ങനെയുള്ള കാര്യങ്ങളും തോൽവി, വിജയം, പ്രോഫിറ്റ്, ലാഭം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ട് ഒരു സബ്ജക്റ്റാണ്. ഇല്ലെങ്കിൽ അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾക്ക് ഇന്ന് നഷ്ടപ്പെട്ടത് നാളെ കിട്ടാനും നാളെ കിട്ടിയത് മറ്റന്നാൾ നഷ്ടപ്പെടാനും സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തിങ്ക് വൈസ്ലി എന്ന് പറഞ്ഞത് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആൾറെഡി തന്നെ നവംബർ 6 ഞാൻ എന്തിനാണ് ഈ പോസ്റ്റ് ഇവിടെ എടുത്ത് വെച്ച് കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞിട്ടുള്ളത് നവംബർ 6 ഇന്നത്തെ മാസം ജാനുവരി ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഈ ഒരു പ്രൊജക്റ്റ് വന്നപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഈ പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്യണം. നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പോലെ തന്നെയാണ് ഇത്, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇല്ലെങ്കിൽ ഒരു ഗ്രേഡിയൻ നെറ്റ്വർക്ക്, ഇല്ലെങ്കിൽ നമ്മൾ നെറ്റ് കൊടുത്ത് സാധാരണ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ട് പേയിൽ പോലെ തന്നെ നിങ്ങൾ ഡാറ്റ കൊടുത്ത് എടുക്കുന്ന പോയിൻറ്റ്സ് പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ ഗ്രേഡിയൻ നെറ്റ്വർക്ക്. അപ്പോൾ ഈ ഒരു ഗ്രേഡിയൻ നെറ്റ്വർക്കിൽ ഞാൻ കുറേ പേര് ഇപ്പോൾ ആക്റ്റീവ് അല്ലാത്തത് കണ്ടു. എൻ്റെ റെഫറൽ എടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ആക്റ്റീവ് ആയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതിൽ ആക്റ്റീവ് ആവണം. ഇതിൽ വേറെ ഒരു ടാസ്കുകളൊന്നും അവർ പറയുന്നില്ലല്ലോ. വെറുതെ ഒന്ന് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിലൊരു നോഡ് ഇല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ചെയ്ത് ഇട്ടാൽ മതി എന്ന് മാത്രമാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത് മസ്റ്റായിട്ടും ചെയ്യുക. അടുത്തൊരു നല്ല പ്രോഫിറ്റ് തരണം എന്നിങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റ് ഒന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്രേഡിയൻ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരാൻ പോകുന്നത്. ഒന്നാമത് യൂസർ വൈസും അതേപോലെ തന്നെ അവരുടെ സ്ട്രാറ്റജികളും അവരിനെ ബാക്കപ്പ് ചെയ്യുന്ന കമ്പനികളുമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറഞ്ഞുതരാം. അപ്പോൾ ഈ ഗ്രേഡിയൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞതിൻ്റെ ഈ ഒരു ഇതിൽ കയറാനുള്ള ലിങ്ക് ഞാൻ എവിടെ കൊടുക്കുന്നുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കയറാം. അപ്പോൾ ഫസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ബാക്കപ്പ് ആരാണ്. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ട്രംപ് നമ്മുടെ അവിടെ എന്ത് ചെയ്തു, പ്രസിഡൻ്റായി. നമ്മുടെ അവിടെയല്ല, അമേരിക്കയിൽ അവിടെ യുണൈറ്റഡ് സംതിങ് അവിടെയൊക്കെ പ്രസിഡൻ്റായിട്ട് ഏറ്റെടുത്തു. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ ഏതിൻ്റെ ആയിരിക്കണം? നമ്മൾ US ബേസ് ഇല്ലെങ്കിൽ US അവരിറക്കുന്ന ഒരു കോയിൻ ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആയിക്കോട്ടെ, അവിടുത്തെ കമ്പനികൾ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള പ്രൊജക്റ്റുകളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചെയ്യേണ്ടതെന്നല്ല, ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിവിടെ ഗ്രേഡിയൻറ്റിൻ്റെ ബാക്കപ്പ് ആരൊക്കെയാണ് നോക്കിയെന്ന് പറഞ്ഞാൽ പാന്തേര ക്യാപിറ്റൽ എന്ന് പറയുന്നതും മൾട്ടി കോയിൻ ക്യാപിറ്റൽ എന്ന് പറയുന്നതും ഹോങ്ഷാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 3 കമ്പനികളാണ് നമ്മുടെ ഗ്രേഡിയൻറ്റ് ബാക്കപ്പായിട്ട് അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രൊജക്റ്റ് ഇറക്കിയിരിക്കുന്നത്. ഇതൊരു സൊലാന പ്രൊജക്റ്റാണ്. സൊലാനയിലാണ് ഇത് വരുന്നത്. ഒരു ഡീപ്പിംഗ് പ്രൊജക്റ്റാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ തന്നെ വാല്യൂ കൂടാനും കുറയാനും പറ്റുന്ന ഒരു നെറ്റ്വർക്കാണ് സൊലാന എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഈ പ്രൊജക്റ്റ് നിങ്ങൾ മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു 3 മാസം വന്നു കഴിഞ്ഞു, ആൾക്കാർക്കൊക്കെ ഒരുപാട് പോയിന്റ്സ് കിട്ടി തുടങ്ങി. ഒരുപാടെന്ന് പറഞ്ഞാൽ അവർ തരുന്ന ഒരുപാട് പോയിന്റ്സ്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലാക്ക് കണക്കിനൊന്നും പോയിന്റ്സ് ഇവിടെ കിട്ടില്ല. ഇങ്ങനെയുള്ള പ്രൊജക്റ്റിൽ ലാക്ക് കണക്ക് പോയിന്റ്സ് കിട്ടാത്ത പ്രൊജക്റ്റിന് കൂടുതൽ ടോക്കൺസ് നമുക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതിലെ കൺവേർഷനൊക്കെ നമുക്ക് ഈ കിട്ടുന്ന പോയിന്റ്സ് തന്നെ മേ ബി ആയിരിക്കാം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ പാന്തേര ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി US ഫസ്റ്റ് US ഇൻസ്റ്റിറ്റ്യൂഷണൽ അസറ്റ് മാനേജർ ഫോക്കസ് ടു എക്സ്ക്ലൂസീവ്ലി അവർ പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇത്. അപ്പോൾ പാന്തേര ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് ഇതിനെ ഫസ്റ്റ് ബാക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ. അതേപോലെ തന്നെ മൾട്ടി കോയിൻ ക്യാപിറ്റൽ, അപ്പോൾ ഇവരും ഈ ഒരു ക്രിപ്റ്റോൻ്റെ റിസർച്ച് ചെയ്യുന്ന അങ്ങനെ ഒരു കമ്പനിയാണ്. അപ്പോൾ
ഇതും നല്ല കമ്പനി ആയതുകൊണ്ട് തന്നെയാണ് ഇതും ഞാൻ പറഞ്ഞ് കാണിച്ചു തരുന്നത്. ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ, മൾട്ടിഷെയിൻ ക്യാപിറ്റൽ, ചീഫ് കോംപ്ലൻസ്, ഇതിൻ്റെ ആൾക്കാർ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിതിൽ താഴെ നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും പറ്റും. ലാസ്റ്റ് ഹോങ്ഷെൻ ചൈനയിലുള്ള ഒരു കമ്പനി ഇതിൽ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കമ്പനികൾ ബാക്കപ്പ് ചെയ്യുന്ന പ്രൊജക്റ്റിനൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടും. ഇത് പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് ചോദിച്ചാൽ മേ ബി പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും പക്ഷേ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഇതിൽ ആക്റ്റീവ് ആയിട്ടുള്ള യൂസേഴ്സിന് നല്ലൊരു എയർ ഡ്രോപ്പ് ആയിരിക്കും അവർ കൊടുക്കുക എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും 2005 വന്നിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു കമ്പനി. അപ്പോൾ ഇത്രത്തോളം വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനി ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വരുമ്പോൾ അത് എന്തുകൊണ്ട് നല്ലതല്ലേ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ചിന്തിക്കുക. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് കിവി ബ്രൗസർ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് സിസ്റ്റത്തിൽ വെച്ചിട്ട് നിങ്ങൾ നോക്കുക ഇങ്ങനെയുള്ള പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നെറ്റൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ, എക്സ്റ്റൻഷൻ ആക്റ്റീവായിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ, ഒരുപാട് നെറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഇതിൽ കയറുന്ന പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് വരിക. ഞാൻ എൻ്റെ എന്ത് ചെയ്യാം, റെഫർ കോഡ് വേണമെങ്കിൽ തരാം, ഇല്ലെങ്കിൽ എൻ്റെ ലിങ്ക് വഴി നിങ്ങൾ കയറിയാൽ മതി. ആ ലിങ്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു 5 കോഡ് ഉണ്ടാവും. ആ കോഡാണ് നമ്മുടെ ഏതൊരു പ്രൊജക്റ്റിനെ റെഫർ ചെയ്യുമ്പോൾ റെഫർ കോഡ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. നമുക്കിവിടെ എത്ര നോഡ് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ലാപ്ടോപ്പിൽ എക്സ്റ്റൻഷൻ ആയിട്ട് കൊടുക്കുകയും ഈ ഒരു ഫോണിൽ നമ്മൾ കണക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന് നെറ്റ് എടുക്കാനും അതേപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് നെറ്റ് എടുക്കാനും അങ്ങനെ എത്ര നോട്ട്സ് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്ത് ഇതിൽ പോയിന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഹോം പേജിലേക്ക് വരുന്നുണ്ട്. ഇവിടെ മെഡൽസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ അക്കൗണ്ട് സ്റ്റാറ്റസ്, നമ്മൾ എത്രത്തോളം നോട്ട്സ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും കാണാൻ പറ്റും. ഓരോ ദിവസവും എത്രത്തോളം പോയിന്റ്സ് ആണ് നിങ്ങൾക്കിവിടെ ഏൺ ചെയ്തത്, നിങ്ങളുടെ അതേ നോട്ട് പേയിൽ നിങ്ങൾ നോക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് ഇവിടെയും കാണാൻ പറ്റും. നമുക്കിവിടെ അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അവിടെ ബാജസ് ആണെങ്കിൽ ഇവിടെ അച്ചീവ്മെൻറ്റ് പറഞ്ഞിട്ട് ഇവിടെയും കുറച്ച് അവരുടെ ടാസ്കുകൾ അവർ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മേ ബി മോസ്റ്റ്ലി എല്ലാം കൂടുതലും റെഫറലായിരിക്കും. അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ടാസ്കുകൾ വരും. അതുപോലെ തന്നെ ഇവർ മാൻഡേറ്ററി ആയിട്ട് ഒരു ടാസ്ക് നമ്മൾ വെരിഫിക്കേഷന് വേണ്ടി വെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ഇതിൽ വരിക. ഇതിൽ ഡാഷ്ബോർഡ് എടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ പോയിന്റ്സ് ഞാൻ 3 മാസമായി കളിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരുപാട് ആക്റ്റീവ് അല്ലെങ്കിലും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന സമയമൊക്കെ ഞാൻ ആക്റ്റീവ് ആയിട്ടുണ്ട്. എന്നിട്ടും 2460 പോയിന്റ്സ് മാത്രമാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്റ്റിൽ അത്ര മാത്രമാണ് കിട്ടുള്ളൂ. നിങ്ങൾ മാക്സിമം ഒരുപാട് ചവറ് പോലെ പോയിന്റ്സ് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് കൺവേർഷനായിട്ട് അത്രത്തോളം ടോക്കൺസ് അല്ലേ കിട്ടുക. അപ്പോൾ നമുക്കിവിടെ കുറഞ്ഞ രീതിയിലാണ് ഏൺ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഇത് മോസ്റ്റ്ലി ഇങ്ങനെയുള്ളൊരു കൺവേർഷനായിട്ട് തന്നെ ആയിരിക്കാം മേ ബി ടോക്കൺ വരിക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ആയിരിക്കും ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ശ്രദ്ധിച്ചു, ഇവിടെ ഗെറ്റ് 1000 ECP എന്ന് പറഞ്ഞിട്ട് അവൻ്റെ സോഷ്യൽസ് എന്താണ് ഫോളോ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഏതൊരു ടെസ്റ്റ് നെറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെറ്റ്വർക്ക് എയർ ഡ്രോപ്പ് ആയിക്കോട്ടെ, ഏതൊരു ഇതിൽ നമ്മൾ വെബ്സൈറ്റ് വഴി ചെയ്യുന്ന പ്രൊജക്റ്റുകളിലൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ മസ്റ്റായിട്ട് കണക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കോഡ് വേണം, ട്വിറ്റർ വേണം, അതേപോലെ തന്നെ മെറ്റാമാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള വാലറ്റ് വേണം. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, ഈ ടെലിഗ്രാമിലുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ടു ജോയിൻ കൊടുത്തു പറഞ്ഞാൽ ഞാൻ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മൊബൈലിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് അവിടെ ഉള്ളതാണ്. ഇനി ഞാനിതിൽ ഏറ്റവും കൂടുതൽ പറയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ 100ഓളം ആൾക്കാർ ഞാൻ ആദ്യം പറയുമ്പോൾ ഇതിൽ കയറിയിട്ടുണ്ട്. പക്ഷേ അവരൊന്നും 75 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 75 മണിക്കൂർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് എനിക്കും റെഫറൽ കയറുള്ളൂ. നിങ്ങൾക്കും എന്താണ് വേറൊരു റെഫറൽ എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളത് ആക്റ്റീവായാൽ മാത്രമാണ്. അതേപോലെ തന്നെ നിങ്ങൾ കേട്ടുന്ന ആൾ ഇതിൽ ആക്റ്റീവായ 75 മണിക്കൂർ ആക്റ്റീവായാൽ മാത്രമാണ് നമുക്കൊരു റെഫറൽ കയറുള്ളൂ. അപ്പോൾ എനിക്കിവിടെ റെഫറൽ വഴി കിട്ടിയ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് 1840 ബാക്കി 600-700 പോയിന്റ്സും ഞാൻ ആക്റ്റീവായിട്ട് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത് എന്ന് താഴെ വന്ന് മെൻഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടും. ഇത്രത്തോളം പോയിന്റ്സ് തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്നത്. നമ്മൾ ഇപ്പോഴും വൈകിട്ടില്ല, നമുക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്തെന്ന് പറഞ്ഞാൽ അത് ലിസ്റ്റ് ആവുന്നതിൻ്റെ ആ ഒരു ടൈമിൽ എത്രത്തോളം പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുകയെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ കയറിയിട്ട് ആക്റ്റീവ് ആവാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കയറുക, കണ്ടിന്യൂസ് ആയിട്ട് ഇനി എന്ത് ചെയ്യുക, ഇതിൽ ഫാം ചെയ്യാൻ തുടങ്ങുക. ഫാം ചെയ്ത് ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്ര മാത്രമാണ് എനിക്കിതിൽ വീഡിയോയിൽ പറയാനുള്ളൂ. പിന്നെ നമുക്കിതിലൂടെ ഏതൊരു പ്രൊജക്റ്റിൽ ഞാൻ പറഞ്ഞു ഇത് കണക്ട് ചെയ്യണം സോഷ്യൽ മീഡിയ. ഈ ഒരു ഹോം പേജിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയയും നമ്മുടെ മെയിൽ ഐഡിയും എല്ലാം കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. ഡിസ്കോഡ് ഞാനൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് സ്റ്റാറ്റസ് ഞാനിവിടെ സിൽവറാണ്. ഇനി ഇത് മാറണമെങ്കിൽ 24,000 അത് മാറണം. അത് മാറിയെന്ന് പറഞ്ഞാൽ ഗോൾഡിലേക്ക് എത്തും. അത് കഴിഞ്ഞ് വേറെ മേ ബി ഫ്യൂച്ചറിൽ നമ്മൾ ഈ ഒരു ലെവൽ അനുസരിച്ചിട്ടായിരിക്കും നമുക്കൊരു എയർ ഡ്രോപ്പ് ഒക്കെ കിട്ടുക. ഈ പോയിന്റ്സ് ആൻഡ് ലെവലൊക്കെ ഒരു എയർ ഡ്രോപ്പിന് ഇൻക്ലൂഡഡ് ആയിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതുവരെ കയറാത്ത ആൾക്കാരാണെങ്കിൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു
ഡീപ്പിംഗ് പ്രോജക്റ്റിൽ നിങ്ങൾ കയറിയാൽ മാത്രം നല്ലൊരു പ്രോഫിറ്റ് കിട്ടുള്ളൂ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ടെലിഗ്രാമിലുള്ള ലോഡ്സിൽ നിങ്ങൾ ഒന്നും കയറാതിരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കാണ് നഷ്ടം? നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം. എന്താണെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും വിഷമിച്ചിട്ടിരിക്കാൻ പാടില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, എയർടെൽ പേയ്മെൻറ്റിൻ്റെ ബാങ്കിൻ്റെ ഒരു ലൂട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് 100 രൂപയാണ് കിട്ടുക. നിങ്ങൾക്ക് ഇവിടെ UPI കൊടുക്കുക. UPI കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പ്ലേ സ്റ്റോറിലേക്ക് ആയിരിക്കും പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അതിൽ അക്കൗണ്ട് എടുക്കുക. അതിനൊരു ചാർജോ ഒരു കാര്യങ്ങളും നിങ്ങൾ കൊടുക്കേണ്ട. അക്കൗണ്ട് എടുത്തിട്ട് അതിൽ 1 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ 1 രൂപ നിങ്ങൾ ഏതൊരു UPI ഐഡിക്കോ അല്ലെങ്കിൽ ഏതൊരാൾക്ക് അയച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് 100 രൂപ നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് കയറും. എനിക്ക് ആ റെഫർ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് 80 രൂപ കയറും, നിങ്ങൾക്ക് 100 രൂപ കയറും. ഇത് ഏഞ്ചൽ വൺ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇതും കൂടി മസ്റ്റായിട്ട് ചെയ്യുക. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതൊന്നും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യണം. ഞാനിവിടെ വേറെ കുറേ ലൂട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇത് ആൾറെഡി കുറേ പേര് ചെയ്തിട്ടുണ്ടാവും, ആൾക്കാർക്ക് കുറേ പൈസ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് വെറുതെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് ലാഭമുണ്ട്. എനിക്ക് പൈസ കിട്ടാതെ ഞാനിവിടെ വന്നിട്ട് വെറുതെ വെള്ളം ഇറക്കിയിട്ടത് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. പൈസ കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇതൊന്ന് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ നിന്നൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊജക്റ്റുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ ഞാൻ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്, ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളവർ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു, എനിക്ക് ഉപകാരപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളത് നമുക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യും. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കയറിയാൽ നിങ്ങൾക്ക് 170 രൂപ, എനിക്ക് കയറിയ 160 രൂപ, അതേപോലെ തന്നെ 125 രൂപ നിങ്ങൾക്ക്, അതേപോലെ തന്നെ 125 രൂപ എനിക്ക്, 100 രൂപ നിങ്ങൾക്ക്, 100 രൂപ എനിക്ക്. അങ്ങനെ പറയുമ്പോൾ അതല്ലേ ഏറ്റവും എളുപ്പമായിട്ടുള്ള വീഡിയോ കാണുന്നവർക്ക് അപ്പം കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പണി എന്ന് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ഈ ലൂട്ട്സിലൊക്കെ കയറി അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഗ്രേഡിയനിൽ നിങ്ങൾക്ക് കയറുക. ഗ്രേഡിയൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ പുതിയൊരു അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ട്, ഇല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റുകളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ടെലിഗ്രാം ചാനലിലും കൂടി ഒന്ന് ജോയിൻ ആവുക. ജോയിൻ ആയെന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് അപ്ഡേറ്റുകൾ തരും. നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ലിങ്ക് ഇടാം. എല്ലാ കാര്യങ്ങളും ചെയ്യാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എൻഗേജ്മെൻറ്റ് ആവാനുള്ള എല്ലാ വഴിയും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.